ഹായ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ T20 ക്രിക്കറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ SRHന്റെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ പവർ പ്ലേയിൽ 70 to 90 റൺസ് ഈവൻ 100 റൺസ് വരെ അടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ മോഡേൺ T20 ക്രിക്കറ്റിന്റെ ആവശ്യമാണ് ഈ എക്സ്പ്ലോസീവ് ബാറ്റിംഗ്. കഴിഞ്ഞ വർഷം SRHലാണ് മെയിനായിട്ട് നമ്മളത് കണ്ടതെന്നുണ്ടെങ്കിൽ ഈ വർഷം എല്ലാ ടീമും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ കൊണ്ടായിരിക്കും വരുന്നത്, മെയിൻലി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ. അപ്പോൾ ഈ വരുന്ന IPL ടോപ്പ് 5 എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് പെയറിനെ നമ്മൾ റാങ്ക് ചെയ്യാണ്, റേറ്റ് ചെയ്യാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇത് റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന 3 ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് സ്ട്രൈക്ക് റേറ്റ് ആൻഡ് അഗ്രസീവ് അപ്രോച്ച് ആണ്. രണ്ടാമത്തെ ഫാക്ടർ IPL പെർഫോമൻസും അതുപോലെ തന്നെ റീസെന്റ് ഫോമും ആണ്. മൂന്നാമത്തെ ഫാക്ടറായിട്ട് നമ്മൾ ബാറ്റ്സ്മാൻമാരുടെ ജനറേഷൻ കൂടി പരിഗണിക്കുന്നുണ്ട്. ജെൻ സിയിലുള്ള ബാറ്റ്സ്മാൻമാരുടെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെയറിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഈ ജനറേഷൻ ഫാക്ടർ എന്തുകൊണ്ടാണ് പരിഗണിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അടക്കമുള്ള ബാറ്റ്സ്മാൻമാർ അവർ കളിച്ചു വളർന്നപ്പോൾ അവർ 2020 ക്രിക്കറ്റിന് വേണ്ടിയല്ല കളിച്ചു വളർന്നത്. അവർ 50 ഓവറോ അല്ലെങ്കിൽ ലോങ്ങർ ഫോർമാറ്റിലുള്ള ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തും അവരുടെ മൈൻഡ് സെറ്റ് വളർന്നു വന്നപ്പോഴും ആ ഒരു ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്ത് വന്നത്. പക്ഷെ ജെൻസി, അതായത് ഒരു 98 ശേഷം അല്ലെങ്കിൽ അറൌണ്ട് 2000 ശേഷം ജനിച്ച പ്ലേയേഴ്സ്, അവരുടെ മൈൻഡ് സെറ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഇനി നമ്മൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റാസ്, ജേക്ക് ഫേസർ മർഗർഗ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലേയേഴ്സിന്റെ മൈൻഡ് സെറ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. അവർ അൾട്രാ അഗ്രസീവ് ആയിട്ടാണ് കളിക്കുന്നത്. അവരുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ് തന്നെ എല്ലാ ബോളും ഹിറ്റ് ചെയ്യാന്നുള്ളതാണ്. പോരാത്തതിന് അവര് ഫിയർലെസ്സും ആണ്. അപ്പോൾ അങ്ങനെയുള്ള ജെൻസിയിലുള്ള ബാറ്റ്സ്മാൻമാരുടെ പ്രസൻസ് ഉള്ള ഓപ്പണിംഗ് പെയറിന് നമ്മൾ മുൻതൂക്കം ഈ ഒരു റേറ്റിംഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്പർ 5 നമ്മൾ റാങ്ക് ചെയ്തിരിക്കുന്നത് ശുഭ്മാൻ ഗിൽ ആൻഡ് ജോസ് ബട്ട്ലർ ഓപ്പണിംഗ് പെയറിനാണ്, ഗുജറാത്ത് ടൈറ്റൻസിന്റെ. ജോസ് ബട്ട്ലറിനെ നമുക്കറിയാം, വൺ ഓഫ് ദ എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇൻ വേൾഡ് ക്രിക്കറ്റ്. ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ ഒരു മാച്ച് ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ബാറ്റ്സ്മാനാണ് ജോസ് ബട്ട്ലർ. കൂടെ ഉള്ളത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ആങ്കർ ചെയ്യാൻ പറ്റുന്ന ശുഭ്മാൻ ഗില്ലാണ്. ഈ ഒരു പേര് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള മേജർ റീസണും ശുഭ്മാൻ ഗില്ല് തന്നെയാണ്. ശുഭ്മാൻ ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റും അതുപോലെ തന്നെ റീസെന്റ് ഫോമും ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ ഒരു ജെൻസി ആണെന്ന് നമുക്ക് പറയാമെങ്കിലും ഒരു ലോങ്ങർ ഫോർമാറ്റിലേക്ക് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു ബാറ്റ്സ്മാൻ ആയിട്ടാണ് ശുഭ്മാൻ ഗില്ലിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. T20 നമ്മൾ IPL സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണൽ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന എക്സ്പ്ലോസീവ്നെസ് ശുഭ്മാൻ ഗില്ലിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശുഭ്മാൻ ഗിൽ ജോസ് ബട്ട്ലർ പെയർ 5ാം സ്ഥാനത്താണ് നമ്മുടെ ഈ റാങ്കിങ്ങിൽ ഉള്ളത്. നമ്പർ 4 റാങ്ക് ചെയ്തിരിക്കുന്ന ഓപ്പണിംഗ് പെയർ വിരാട് കോഹ്ലി, ഫിൽ സോൾട്ട് ആണ്. ഈ ഒരു പെയർ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പർ 2 നമ്പർ 3 പോകേണ്ട പെയറാണ്. പക്ഷെ അവരെ എന്തുകൊണ്ടാണ് നമ്പർ 4 കിട്ടുക എന്നുള്ള റീസൺ നമ്പർ 3 നമ്പർ 2 പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫിൽ സോൾട്ടിന് എത്രത്തോളം എക്സ്പ്ലോസീവ് ആവാൻ പറ്റും എന്നുള്ളത് നമ്മൾ കൊൽക്കത്തയിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, എന്താ പറയുക, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ് ഫിൽ സോൾട്ട്. ചിന്നസ്വാമിയിൽ ഫിൽ സോൾട്ട് എന്തായാലും അന്യായ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കും, ഒരു സംശയമില്ല. ഈ ഒരു പേരിനെ നമ്പർ 3 തള്ളാനുള്ള ഒരു റീസൺ വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ റീസെന്റ് ഫോമും ആണ്. വിരാട് കോഹ്ലി തീർച്ചയായിട്ടും IPL വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. റൺസ് നോക്കിയാലും 50s നോക്കിയാലും 100s നോക്കിയാലും എല്ലാം വിരാട് കോഹ്ലി മുന്നിൽ തന്നെ ഉണ്ടാവും. പക്ഷേ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ന്യൂ ജനറേഷൻ ക്രിക്കറ്റിൽ എക്സ്പ്ലോസീവ് ക്രിക്കറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി ഒരു പടി ഈ പറഞ്ഞ പ്ലേയേഴ്സിൽ നിന്ന് താഴെ നിൽക്കത്തുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം മറിച്ചാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. എന്തായാലും നമുക്ക് നമ്പർ 3 പോവാം. നമ്പർ 3 റാങ്കിങ് കൊടുത്തിരിക്കുന്നത് രോഹിത് ശർമ്മ, വിൽ ജാക്സ് പെയറിനാണ്. എനിക്ക് 100% ഉറപ്പാണ്, സ്റ്റാറ്റ്സ് നോക്കിയാലും റീസെന്റ് പെർഫോമൻസ് നോക്കിയാലും റീസെന്റ് ഫോം നോക്കിയാലും എന്തായാലും ഈ പെയർ നമ്പർ 3 വരാനുള്ള അല്ലെങ്കിൽ നമ്പർ 3 കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ വിരാട് കോഹ്ലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ രോഹിത് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് IPL അത്ര മെച്ചമല്ല, അതുപോലെ തന്നെ റീസെന്റ് ഫോമും മെച്ചമല്ല. ഇനി വിൽ ജാക്സിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ജാക്സ് ഇംഗ്ലണ്ട് ടീമിൽ പോലും സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല, റീസെന്റ് ഫോമും വളരെ മോശമാണ്. പക്ഷെ ഇതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഗസ്സാണ്. രോഹിത് ശർമ്മ ഈസ് വൺ ഓഫ് ദ എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻസ് ഇൻ ദ വേൾഡ് ക്രിക്കറ്റ് എന്നുള്ളത് ആർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര ഡബിൾ 100s അടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 2020 ഏറ്റവും കൂടുതൽ 6 അടിച്ച ബാറ്റ്സ്മാൻ, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ. അഥവാ ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മ ഫോം ആയില്ലെങ്കിൽ പോലും ഈ IPL രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിൽ ജാക്സ് റീസെന്റ് ഫോം വളരെ മോശമാണെന്നുണ്ടെങ്കിലും
എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. നമ്മൾ RCBയിൽ കഴിഞ്ഞ വർഷം കണ്ടാണ്. മുംബൈയുടെ സെറ്റപ്പിൽ വിൽ ജാക്സ് വരുമ്പോൾ, മുംബൈയുടെ ടീം അറ്റ്മോസ്ഫിയറിൽ വിൽ ജാക്സ് വരുമ്പോൾ അതൊരു പുതിയ ഡയമെൻഷൻ കൊണ്ടുവരും. ആ പ്ലെയർ മുംബൈക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോസീവായിട്ട് ഈ വർഷം കളിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. എൻ്റെ ഒരു വൈൽഡ് ഗസ്റ്റിലാണ് ഈ പേരിനെ നമ്പർ 3 ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്പർ 2 സഞ്ജു സാംസൺ ആൻഡ് യശസ്വി ജയ്സ്വാൾ. സഞ്ജു സാംസന്റെ റീസെന്റ് ഫോം ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 സീരീസിൽ വളരെ മോശമായിരുന്നു. പക്ഷെ അത് നമ്മൾ കണക്കിലെടുക്കേണ്ട. കാരണം ഇപ്പോൾ ഒരു കൈക്ക് പരിക്കായിട്ട് സഞ്ജു സാംസൺ 1.5 മാസത്തോളം റെസ്റ്റ് എടുത്തിട്ടായിരിക്കും IPL കളിക്കാൻ വരുന്നത്. ഫ്രഷ് ആയിട്ടായിരിക്കും IPL കളിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ടൊക്കെ ഉള്ള ഒരു പെർഫോമൻസിന്റെ ലെവലുള്ള പെർഫോമൻസ് നമുക്ക് ഈ IPL കാണാൻ പറ്റും. ആൻഡ് ദെൻ യശസ്വി ജയ്സ്വാൾ, ഒരു ഫുൾ പൊട്ടൻഷ്യൽ യശസ്വി ജയ്സ്വാളിനെ നമ്മൾ ഇതുവരെ IPL കണ്ടിട്ടില്ല. അത് ഈ വർഷം കാണും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സഞ്ജു സാംസൺ ആൻഡ് യശസ്വി ജയ്സ്വാൾ ഒരുപക്ഷെ നമ്പർ 1 പേരിന് മുകളിൽ പെർഫോം ചെയ്താലും എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. ആൻഡ് ഫൈനലി നമ്പർ 1, ഇത് ക്രിക്കറ്റ് അറിയാവുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും പറഞ്ഞിരുന്ന ആൻസറാണ്. 2025 IPL ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് പ്ലെയർ അഭിഷേക് ശർമ്മ ആൻഡ് ട്രാവിസ് ഹെഡ് തന്നെയാണ്. അഭിഷേക് ശർമ്മ കഴിഞ്ഞ വർഷം തന്നെ തൻ്റെ എക്സ്പ്ലോസീവ്നെസ്, അഗ്രസീവ് നേച്ചർ പ്രൂവ് ചെയ്തതാണ്. പക്ഷേ ഈ വർഷം കുറച്ച് ഇന്റർനാഷണൽ എക്സ്പോഷറും കൂടെ കിട്ടിയിട്ട് ആ ഒരു കോൺഫിഡൻസ്, ഇപ്പോൾ ഒരു 100 നമ്മൾ കണ്ടു ഇംഗ്ലണ്ടിനെതിരെ അടിച്ചത്, ആ ഒരു കോൺഫിഡൻസും കൂടെ കൊണ്ടാണ് ഈ ഒരു IPLിലേക്ക് വരാൻ പോകുന്നത്. സോ എന്ത് നടക്കാം. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏത് ജനറേഷൻ ആണെന്ന് പോലും പറയേണ്ട ആവശ്യമില്ല. ഹീസ് എക്സെപ്ഷണൽ ആസ് ആൻ ഓപ്പണർ. അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അതായത് ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഏറ്റവും മികച്ച എതിരാളികളുടെ ഏറ്റവും മികച്ച ബോളേഴ്സിനെ വരെ അടിച്ച് നിലംപരിശാക്കാൻ പ്രാപ്തിയുള്ള ഒരു ബാറ്റ്സ്മാനാണ് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടെ ഏതെങ്കിലും ഒരു കളിയിൽ ഒരു 10 ഓവർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ചിൽ SRH മിക്കവാറും 300 ഈ വർഷം സ്കോർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ പോലും സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാളിന്റെ പേര് ഇവരൊപ്പോ അല്ലെങ്കിൽ ഇവർക്ക് മേളോ ഒരുപക്ഷെ പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 5 പേരും എക്സ്പ്ലോസീവ് തന്നെയാണ്. ഇവരെല്ലാം പെർഫോം ചെയ്യാൻ തന്നെയാണ് ചാൻസ്. ഒരുപക്ഷെ വിരാട് കോഹ്ലി ഫീൽഡ്സ് ഔട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട്, ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗസ് വെച്ചിട്ടുള്ളൊരു റാങ്കിങ് ആണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങളുടേതായ റേറ്റിംഗ്സ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു റാങ്കിങ്ങും റേറ്റിംഗും നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു 5 പേരിനെക്കാട്ടി മികച്ചതായിട്ടുള്ളൊരു പെയർ വെളിയിലുണ്ടോ, അതായത് മറ്റ് 5 ടീമുകളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ടോപ്പ് 5 ഇടം പിടിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്പണിംഗ് പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ റേറ്റിംഗിൽ അത് ഉൾപ്പെടുത്തുക, കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ.